നമസ്കാരം. ഇൻഫോർടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാപ്പരാസി എന്ന പദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം ഓർമ്മ വരിക? പാപ്പരത്തം എന്ന വാക്കാണോ ആദ്യം ഓർമ്മ വരിക? എന്നാൽ പാപ്പരത്തം എന്ന വാക്കിൽ നിന്നല്ല പാപ്പരാസി എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. പാപ്പരാസി എന്ന പദത്തിന് മലയാള ഭാഷയുമായി ഒരു ബന്ധവുമില്ല. സെലിബ്രിറ്റികളുടെ കാൻഡിഡ് ഫോട്ടോകളും മറ്റും എടുക്കുന്ന വീഡിയോഗ്രാഫർമാരെയും ഫോട്ടോഗ്രാഫർമാരെയും കുറിച്ച് സൂചിപ്പിക്കാനാണ് പാപ്പരാസി എന്ന പദം ഉപയോഗിക്കുന്നത്. 1960 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ സിനിമയായ ദ സ്വീറ്റ് ലൈഫ് എന്ന ചലച്ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരായിരുന്നു പാപ്പരാസോ എന്നത്. ഈ പാപ്പരാസോ എന്ന പദത്തിന്റെ ബഹുവചന രൂപമാണ് പാപ്പരാസി എന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ ഓ എന്ന് അവസാനിക്കുന്നത് പുരുഷനാമങ്ങളും എ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് സ്ത്രീനാമങ്ങളും ഐ എന്ന അക്ഷരത്തിലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ അത് ബഹുവചന രൂപവുമാണ്. അങ്ങനെയാണ് പാപ്പരാസി എന്ന പദം പാപ്പരാസോയുടെ ബഹുവചന രൂപമായി മാറുന്നത്. 1961 ടൈം മാഗസിനിലാണ് പാപ്പരാസി എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. റിനോ ബാരിലാരിയാണ് കിങ് ഓഫ് പാപ്പരാസി എന്നറിയപ്പെടുന്നത്. ഒരു കപ്പിളിന്റെ ഫോട്ടോ എടുക്കാനായി ഹോട്ടലിന്റെ പുറത്ത് പുലർച്ചെ 3 മണി വരെ അദ്ദേഹം കാത്തിരുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ടത്രേ. 1997 ഡയാന രാജകുമാരിയുടെ മരണത്തോടെയാണ് പാപ്പരാസികൾക്കെതിരെയുള്ള വിമർശനങ്ങൾ കാര്യമായി ഉയരാൻ തുടങ്ങിയത്. അന്ന് ഡയാന രാജകുമാരി സഞ്ചരിച്ചിരുന്ന കാറിനെ പാപ്പരാസി കൂട്ടം പിന്തുടർന്നിരുന്നു. അതിനുശേഷം UK പ്രൊട്ടക്ഷൻ ഫ്രം ഹരാസ്മെന്റ് 1997 പ്രകാരം അനുവാദമില്ലാതെ സെലിബ്രിറ്റികളുടെ ഫോട്ടോ എടുക്കുന്നത് ശിക്ഷാർഹമാണ്. സെലിബ്രിറ്റികളുടെ മാത്രമല്ല, എല്ലാവരുടെയും ഫോട്ടോ അവരവരുടെ അനുവാദമില്ലാതെ എടുക്കുന്നത് ശിക്ഷാർഹമായി മാറി. സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുന്നതും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതുമെല്ലാം കാലിഫോർണിയ സിവിൽ കോഡ് പ്രകാരവും ശിക്ഷാർഹമാണ്. 2013 മുതൽ സെലിബ്രിറ്റികളുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതും കാലിഫോർണിയയിൽ അനുവദനീയമല്ല. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ആവിർഭാവത്തോടെയാണ് കേരളത്തിൽ പാപ്പരാസികളുടെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട കല്യാണ വീടുകളിലും മരണ വീടുകളിലും സിനിമ പ്രൊമോഷൻ പരിപാടികളിലും എയർപോർട്ടുകളിലും എല്ലാം അവർ ഓരോ സെലിബ്രിറ്റികളെയും പിന്തുടരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും വരെ ഫോട്ടോ എടുത്ത് സൈബർ ബുള്ളിയിങ്ങിന് ഇരയാവുന്ന വിധത്തിൽ അവ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇനി എന്താണ് നമ്മൾ സ്വകാര്യതയെ കുറിച്ച് പഠിക്കുക? സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ പൊതുജനങ്ങളുടെയും പാപ്പരാസികളുടെയും അഭിപ്രായം ആവശ്യമില്ല എന്ന് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഇത്രയുമാണ് പാപ്പരാസി എന്ന പദത്തെക്കുറിച്ചും മറ്റും പറയാനുള്ളത്. എന്താണ് പാപ്പരാസികളെ കുറിച്ചും പാപ്പരാസി മാധ്യമ പ്രവർത്തനത്തെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുമല്ലോ. നന്ദി.